നമസ്കാരം. ഇതൊരു രണ്ടാം ഭാഗമാണ് വീഡിയോയുടെ. ആദ്യത്തെ ഭാഗത്ത് നരേന്ദ്രമോദിയുടെ ഒരു ആഗോള രാഷ്ട്രീയത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന രീതിയെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രശംസിക്കുന്നതും ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയും നാം ചർച്ച ചെയ്തിരുന്നു. ഇനി നമുക്കൊന്ന് നോക്കേണ്ടത് ഗൾഫ് മേഖലയിലേക്കാണ്. ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് ഖത്തർ എന്ന രാജ്യത്ത്, ഖത്തറിൻ്റെ ഒപ്പം സൗദിയുമുണ്ട്, ഉണ്ടെങ്കിൽ പോലും ഖത്തറാണ് ഇതിൽ പ്രധാന കളിക്കാരൻ, അല്ലെങ്കിൽ മേജർ പ്ലെയർ. ഖത്തർ എങ്ങനെ ഇതിലൊരു പ്രധാന കളിക്കാരനാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഖത്തറിൻ്റെ ഒരു രാഷ്ട്രീയ മനോഭാവം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ അവരെന്നും ഹമാസിനെ പോലുള്ള ഭീകരവാദികളെ, ഇറാനെ പോലുള്ള ഭീകരവാദ രാഷ്ട്രങ്ങളെ എല്ലാം രഹസ്യമായും പരസ്യമായും പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളാണ് എല്ലാ കാലത്തും എടുത്തിരുന്നത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുമായി ഞങ്ങളാണ് ഉന്നതരായ ഗൾഫുകാർ എന്നുള്ള രീതിയിലൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് പുലർത്തുന്ന ഒരു രാജ്യമായിരുന്നു ഖത്തർ. അതുകൊണ്ട് തന്നെ ഖത്തറിന് ആ മധ്യപൂർവേഷ്യയിൽ ഒരു അനുകൂല സുഹൃത്തുക്കളെന്ന് പറയാവുന്ന അധികം പേരില്ല. സൗദി ഉൾപ്പെടെയുള്ളവർ ഖത്തറിനോടൊരു ആവശ്യമുള്ളൊരുത്തൻ, അതുകൊണ്ട് തന്നെ അവനെ വെച്ച് പുലർത്തുന്നു, അവനോട് സൗഹൃദവുമില്ല ശത്രുതയുമില്ല എന്നുള്ളൊരു മനോഭാവമാണ് പരസ്യമായി പ്രകടിപ്പിക്കുന്നത്. എന്നാൽ തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഖത്തറും സൗദിയും UAEയുമായും ഒക്കെ ശത്രുത നിലനിൽക്കുന്നുണ്ട്. ഇവർ തമ്മിലെല്ലാം ശത്രുത നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ സൗദിക്കും UAEക്കും എല്ലാം ഒരേപോലെ ഇഷ്ടമല്ലാത്തൊരു രാജ്യം ഖത്തറാണ്. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ ഉൾപ്പെടെയുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ പലപ്പോഴും തലയിടുവാൻ ശ്രമിച്ച്, അതും പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ അഭിപ്രായം പറയുവാൻ ശ്രമിച്ച് ഭാരതത്തിൻ്റെ കയ്യിൽ നിന്ന് ചുട്ട മറുപടി വാങ്ങി പലപ്പോഴും പിൻവാങ്ങിയിട്ടുള്ളൊരു രാജ്യമാണ് ഖത്തർ. എന്നാൽ എണ്ണ സമ്പത്ത് വളരെയധികം ഉള്ളത് കാരണം അത്യധികം സമ്പന്നമായൊരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ അവർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ പിന്തുണച്ച് ഹമാസിൻ്റെയൊക്കെ ആസ്ഥാന കേന്ദ്രങ്ങൾ വരെ ഖത്തറിൽ പ്രവർത്തിച്ചിരുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസിനെ ഇല്ലാതാക്കുവാനുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ, ഇസ്രായേൽ യുദ്ധമെന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഹമാസ് ഒരു രാജ്യമോ ഒന്നുമല്ല, അതൊരു ഭീകരവാദ സംഘടനയാണ്. ഇസ്രായേലിൻ്റെ ഹമാസ് വിരുദ്ധ നീക്കങ്ങളെ പരമാവധി തടയുവാനും അതിന് സാധിക്കാത്തപ്പോൾ ഹമാസിന് അനുകൂലമായ എന്തെങ്കിലുമൊക്കെ തീരുമാനം എത്തിക്കുവാനും വേണ്ടി, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടി ഒരു മധ്യസ്ഥൻ കളിച്ച രാജ്യം കൂടിയാണ് ഖത്തർ. ഇറാൻ്റെ കാര്യത്തിലും അത് തന്നെ. ഈ ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ അമേരിക്ക ഇസ്രായേലിൻ്റെ സൗഹൃദ രാഷ്ട്രമായി ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ ഇവിടെയും ഒരു മധ്യസ്ഥൻ കളിക്കുവാനുള്ള സകല ഒരുക്കങ്ങളോടും കൂടി ഖത്തർ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഇറാൻ്റെ ഒരു പ്രശ്നം, ഇറാൻ ഇപ്പോൾ ഒരു മരണവെപ്രാളത്തിൽ പിടയുന്ന പല കൈകളുള്ള ഒരു ഭീകരജീവിയുടെ അവസ്ഥയിലാണ്. അതിങ്ങനെ മരണവെപ്രാളത്തിൽ പിടയുമ്പോൾ അതിൻ്റെ കൈകളിങ്ങനെ ചുറ്റുമിട്ട് അടിച്ചടിച്ച് ചുറ്റുമുള്ള പല ലക്ഷ്യങ്ങളിലും സ്ഥാനങ്ങളിലും എല്ലാം ഒരു വിവേചനവുമില്ലാതെ അടിച്ചുകൊണ്ടിരിക്കുകയാണത്. ആ അടികളുടെ കൂട്ടത്തിൽ ഖത്തറിനും പല അടികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരടി ഇന്ന് ഒരു മണിക്കൂറുകൾക്ക് മുമ്പ് ഖത്തറിൻ്റെ ഏറ്റവും വലിയ LNG സംഭരണശാലയായിട്ടുള്ള റാസ് ലഫാനിൽ ഇറാൻ ആക്രമിച്ചു, അല്ലെങ്കിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ആ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഖത്തർ ഇപ്പോൾ ഇറാൻ അനുകൂല മനോഭാവത്തിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിയുന്നു എന്നാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് ഖത്തറിൻ്റെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇറാൻ ഞങ്ങളെ വഞ്ചിച്ചു എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുക എന്ന് പറയുന്നത് അത് ഒരു ദിവസം മുമ്പ് വരെ അസംഭവ്യമായൊരു കാര്യമായിരുന്നു. അത്തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് ഇറാനുമായിട്ടുള്ളൊരു മനോഭാവം, ഇറാന് നേരെയുള്ളൊരു മനോഭാവം ഖത്തർ മാറ്റുമ്പോൾ ഗൾഫ് മേഖലയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച്, ഭാരതീയരെ സംബന്ധിച്ച് ആശങ്കാജനകമായൊരു കാര്യമാണ്. കാരണം ഖത്തർ ഇനി അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്താൽ ഇറാൻ ഖത്തറിന് നേരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമാക്കും. ഇനി ഇതിനൊന്നും പോകാതെ പതിവ് പോലെ തന്നെ ഈ മധ്യസ്ഥൻ കളിച്ച് മറ്റുള്ളവർ തമ്മിൽ അടിച്ചു തീർക്കട്ടെ, എന്തെങ്കിലും ഒരു പിൻവാതിൽ ഒരു കരാർ ഇറാനുമായി ഉണ്ടാക്കി ഇറാൻ്റെ ആക്രമണങ്ങളെല്ലാം ഖത്തറിന് ഇപ്പോൾ തന്നെ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത രാജ്യങ്ങളായിട്ടോ നിൽക്കുന്ന സൗദിക്കും UAEക്കും നേരെ തിരിച്ച്, കണ്ടില്ലേ അമേരിക്ക കാരണമാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളൊരു പ്രതിച്ഛായ മുന്നോട്ട് വെച്ച് ഖത്തർ മുന്നോട്ട് വരുമോ? എന്തൊക്കെ തന്നെ ആയാലും ഗൾഫിലെ സമവാക്യങ്ങൾ പൂർണ്ണമായും ഈ യുദ്ധം മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൻ്റെ ആണിക്കല്ലായി ഖത്തർ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. അവരുടെ സമ്പത്തും
അവരുടെ രാഷ്ട്രീയ നയങ്ങളും കൊണ്ട്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മുട്ടനാടുകളുടെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന സമ്പന്നനായ ഒരു ചെന്നായിയാണ് അല്ലെങ്കിൽ കുറുക്കനാണ് ഖത്തർ എന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട. ഭാരതത്തിൻ്റെ സുഹൃത്താണ്, ആഗോള രാഷ്ട്രീയത്തിൽ നമുക്ക് ആവശ്യമുള്ളൊരു രാജ്യമാണ്. ഇതെല്ലാം സത്യമായിരിക്കെ തന്നെ ഖത്തറിൻ്റെ ഒരു സത്യാവസ്ഥ ഇതാണ് എന്നുള്ളതാണ് വാസ്തവം. എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇതൊരു ഹ്രസ്വമായ വീഡിയോ ആണ്. കൂടുതൽ വിവരങ്ങൾ ഖത്തറിൽ നിന്ന്, ഖത്തറിൻ്റെ നയത്തെ സംബന്ധിച്ച്, ഇറാന് നേരെയുള്ള നയത്തെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് വരുന്നതനുസരിച്ച് നമുക്ക് അടുത്ത വീഡിയോകൾ അത് കൂടുതൽ വിശദമായി തന്നെ പറയാം. എന്തായാലും ഈ വിവരം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.